ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്ന ജമന്തി കോംബോയും റോസയും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയവരൊക്കെ എനിക്ക് വന്ന് വാട്സപ്പിലെ മെസ്സേജും അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യമാണ് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസ് മേടിച്ചൊരു കസ്റ്റമറിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ എനിക്ക് ആ പുള്ളി വീഡിയോ എടുത്ത് അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താ, ഹലോ, ഇതാണ്ട് ഇന്നലെ ഞാൻ ജമന്തി കോംബോ ഓർഡർ ചെയ്തതാണ്. അതിന്ന് എത്തിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കുറച്ച് കട്ട് ചെയ്തു, പക്ഷെ നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വെച്ചു. ഇതാണ് ജമന്തി കോംബോ. ഓക്കെ, എന്ത് ഫ്രഷായിട്ടാണ് ഈ പ്ലാന്റ് എത്തിയിരിക്കുന്നത്. ഇത്രയും ഞാൻ ഓൺലൈൻ ഒരുപാടധികം ചെടികൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഫ്രഷായിട്ടും ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടും ഇത്രയും സ്പീഡായിട്ടും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. താങ്ക് യു സോ മച്ച്. എനിക്കത് വളരെ വളരെ സന്തോഷം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ സന്തോഷം എത്രമാത്രമാണെന്ന് എനിക്ക് അറിയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നമുക്ക് ഇഷ്ടംപോലെ റിവ്യൂസ് വരാറുണ്ട്, പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്, അത് ഫ്ലവറിങ് ആയതും ഒക്കെ എനിക്ക് വീഡിയോസൊക്കെ എടുത്ത്, അതായത് ഫ്ലവർ ആയതിനു ശേഷമൊക്കെ അയച്ചു തരാറുണ്ട്. പക്ഷേ ഇതെന്തോ ആ ഒരു പ്ലാന്റ് കിട്ടിയപ്പോൾ അവരുടെ ആ ഒരു റിവ്യൂ കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം എനിക്ക് പിന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തരണമെന്നും കൂടെ തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഷെയർ ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ പ്ലാന്റ്സ് എടുക്കുന്നിടത്തുള്ള ഒരു ജമന്തി പാടമാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിലോട്ടും തമിഴ്നാട്ടിലോട്ടും ഒക്കെ ഈ ഒരു ഫ്ലവർ വരുന്നത്. നമ്മൾ ഓണത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഈ ജമന്തി പൂക്കളൊക്കെ ഇങ്ങനെ അത്തിടാൻ വേണ്ടിയിട്ടൊക്കെ മേടിക്കുന്നത്. അതുപോലെ ഉള്ള ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ പൂക്കടകളിലൊക്കെ കാണുന്ന ജമന്തി ചെടികളൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത്. ഒരു ഈവനിങ്ങും മോർണിംഗും ഒക്കെ നമ്മളിപ്പോൾ ഈ ഒരു പാടം വഴി പോകുമ്പോഴത്തേക്കും നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ജമന്തിയുടേത്. പിന്നെ അവരുടെ വണ്ടികളിലൊക്കെ വന്നിട്ട് ചാക്ക് കണക്കിനാണ് ഇവിടെ നിന്ന് ഈ ജമന്തി കൊണ്ടുപോകുന്നത് കേട്ടോ. ഇതിൻ്റെത് കൂടുതലായിട്ടും ഈ യെല്ലോയും ഒരു വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു കളറുണ്ടല്ലോ, ഗോൾഡൻ കളറ്. ഈ രണ്ട് കളേഴ്സും ആണ് കൂടുതലായിട്ടും ഇവിടെ കണ്ടിട്ടുള്ളത്. വൈറ്റ് അങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല. കൂടുതലായിട്ടും പോകുന്നത് ഈ രണ്ട് കളേഴ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു വീടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു പണ്ടത്തെ ഒരു നാട്ടുംപുറം ആ ഒരു ഇതൊക്കെയാണ് എനിക്ക് മൈൻഡിൽ പെട്ടെന്ന് ഓടി വന്നത്. അപ്പോൾ ഞാനത് വീഡിയോ ക്യാപ്ചർ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ നമ്മുടെ പ്ലാന്റ്സ് എടുക്കാൻ പോകുന്നിടത്തുള്ള കാഴ്ചകളും കൂടെ ഷെയർ ചെയ്ത് തരണം എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും വീഡിയോ എടുത്ത് വെക്കുന്നത്. പിന്നെ ചിലപ്പോൾ ടൈം കിട്ടാറില്ല അപ്ലോഡ് ചെയ്യാനായിട്ട്. നമ്മുടെ റോസിൻ്റെ സെയിലിൻ്റെയും പിന്നെ നമ്മുടെ കൊറിയറും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ വിട്ടു പോവുക ചെയ്തത്. പിന്നീട് ഫോണിൽ സ്പേസ് ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഇതങ്ങ് ഡിലീറ്റ് ആക്കി കളയും. അപ്പോൾ അങ്ങനെയാണ് കുറേയൊക്കെ മിസ്സായി പോകുന്നത് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജമന്തി പാടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പാടങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മുടെ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടും ഇതേപോലത്തെ ജമന്തി പാടങ്ങളും റോസ് പാടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ. നമ്മുടെ തക്കാളി, അതുപോലെ തന്നെ പയർ, പിന്നെ സൂര്യകാന്തി, ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ കൃഷിയിടങ്ങളാണ്. നമ്മുടെ കണ്ണിന് എപ്പോഴും നമ്മളവിടെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഒരു രസമാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അത് ഇവരൊക്കെ ആ ഒരു പാടത്തുനിന്ന് പണിയെടുത്തിട്ട് ഇതിങ്ങനെയാണ് നമ്മുടെ തേയിലേക്ക് നുള്ളുന്നില്ലേ, അതുപോലെയാണ് ഇവർ ഈ പൂക്കൾ മൊത്തം എടുത്തിട്ട് ലോറികളിലും ചെറിയ പിക്കപ്പുകളിലൊക്കെ ആക്കിയിട്ട് അയക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ജമന്തി പാടമാണ്. ഇതിൻ്റെയും കുഞ്ഞു തൈകളാണ് നമ്മൾ സെയിലിനായിട്ട് വരുന്നത് കേട്ടോ. മഞ്ഞ ആർക്കും ഇഷ്ടമില്ല എന്നറിയാം, കാരണം ഒരുപാട് പേര് മഞ്ഞേനെ വേണ്ട, മഞ്ഞ ഇല്ലാണ്ട് തരുമോ, വൈറ്റ് വേണ്ട, മഞ്ഞ വേണ്ട എന്ന് പറയുന്നതാണ്. കാരണം കോമൺ ആയിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള കളറുകളായിരിക്കും, അതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.